ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചലാട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരക്കപ്പ് റവയും ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് റവയാണ് എടുത്തത്. വറുക്കാത്ത റവയായിട്ട് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഏലക്കയും 1 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ഏലക്കയൊക്കെ നന്നായിട്ട് പൊടിയും. റവ അത്യാവശ്യം അങ്ങനെ അത്രക്കും അങ്ങോട്ട് പൊടിഞ്ഞ് വരില്ല കേട്ടോ. ചെറിയ തരികളൊക്കെ റവയ്ക്ക് ഉണ്ടാവുമേ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് റവ എടുക്കുമ്പോഴാണ് ബാക്കി എല്ലാ ചേരുവകളും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓയിലാണ് കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. മണമില്ലാത്ത ഏതൊരു ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ആക്കരുത് കേട്ടോ. ഇനി ഓയിൽ 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചേർത്താൽ കുറേ നേരം അടിക്കരുത് കേട്ടോ. ഇനി ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ബൗളിലും മിക്സിയിലും ഒന്നും ഇല്ലയെന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഈ ഒരു ചെറിയൊരു കുറുകിയ കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. റവ ചേർത്തതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മൈദയാണ് കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് റവ എടുക്കുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ മൈദ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ മൈദയുടെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു 3 ടേബിൾ സ്പൂൺ ഈ അരക്കപ്പ് റവ ഒരു മുട്ടയും അടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റാണ് കേട്ടോ. പാലും 1/4 കപ്പ് പാലും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ ഒരല്പം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ബേക്കിംഗ് സോഡ. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ഈ റവ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്ക് ഒരുപാട് ലൂസായും പോകരുത്, ഒരുപാട് തിക്കായും പോകരുത്. എല്ലാ ചേരുവകളും പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. ചെറിയൊരു കേക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലിയ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയും അതുപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇരട്ടിയായിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ രീതിയിലായിരിക്കണം വേണ്ടത്. ഇനി നമുക്ക് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതൊരു പാത്രത്തിലും റെഡിയാക്കി എടുക്കാം. സ്റ്റീലിൻ്റെ പാത്രത്തിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരല്പം ഓയിൽ ചേർത്തൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരല്പം മൈദ ചേർത്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. ഈ നമ്മുടെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ചുറ്റോറും ഒന്നും പറ്റിപ്പിടിക്കാതിരിക്കാനാണ് മൈദ എല്ലായിടവും ആക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ബട്ടർ പേപ്പറാണ് വെക്കണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതിയാകും. ബട്ടർ പേപ്പർ ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഇതുപോലെ മൈദ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതാണ് ഞാൻ മൈദ ഇട്ടിട്ട് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ നമുക്ക് സാധാരണ എന്താ പറയുക A4 പേപ്പറിലും നമുക്ക് കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയും ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത്രയും മൈദ പാത്രത്തിൽ തട്ടി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്ത മൈദ ഒരല്പം കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരല്പം 1 ടീസ്പൂണൊക്കെ മൈദയെന്ന് ഇട്ടിട്ട് എല്ലായിടെയും ഒന്നിങ്ങനെ തട്ടി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു അലുമിനിയത്തിൻ്റെ ചെമ്പിലാണ്, ഒരു വട്ടച്ചെമ്പിലാണ് റെഡിയാക്കുന്നത്. ചെറിയൊരു ചെമ്പിലാണ്. അപ്പോൾ അതൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചൂടായി കിടക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കണക്ഷനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കറുത്ത മുന്തിരി ഒന്ന് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാഷ്നട്ട് ഒരു 3-4 ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണുള്ളത് അത് വെച്ച് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചായക്കൊപ്പൊക്കെ ഒരു സ്നാക്ക് റെഡിയാക്കണമെങ്കിൽ
പെട്ടെന്ന് റെഡിയാക്കാവുന്ന കേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പ് അടുപ്പത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇരിക്കണില്ല. അഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മലത്തി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് അപ്പുറക്ക് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 25 മിനിറ്റാണ് എനിക്ക് ഈ ഒരു കേക്ക് ബേക്കാകാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചെറുതായിട്ട് ചൂടുണ്ട്, നല്ല ചൂട് അങ്ങോട്ട് ആറിയിട്ടില്ല. അപ്പോൾ ഞാനിത് പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് ഇതേ മോൾഡിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മൈദ ഞാൻ ആദ്യം ചേർത്തത് ഒരല്പം കൂടിപ്പോയിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ എടുത്തിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ 1 ടീസ്പൂൺ മാത്രം മൈദ ആക്കി കൊടുത്താൽ മതി കേട്ടോ. പുറമേയുള്ള മൈദ എന്ന് പതുക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്കൊക്കെ ഒരുപാട് കുറവാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നേക്ക് കേട്ടോ, ആരും മറന്നേക്കരുതേ. ഇപ്പോൾ ഇത് നോക്കാം, ഞാൻ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചൂടുണ്ട് കേട്ടോ. അത് നോക്കി നോക്കാം. ആവി വാരണം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിനക്ക് കാണുന്നുണ്ട് കേട്ടോ നല്ലോ. ഇപ്പം ഇനി ക്യാമറയിൽ കൂടി കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. നല്ല പാകത്തിനുള്ള മധുരവും എല്ലാം ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.